Hello dear students, welcome back to Arcanex. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ നമ്പർ 3.6. ഓക്കെ, ആ ക്വസ്റ്റനിൽ അവർ പറയുന്നത് എല്ലാ ബ്രാഞ്ചിലെയും കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പക്ഷേ നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എല്ലാ ബ്രാഞ്ചും ചോദിക്കില്ല, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 1 ohm റെസിസ്റ്റൻസിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ച് ഇക്വേഷൻസ് എഴുതണം. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഒരു ലെങ്തി ആൻഡ് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സീറോ പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ച് കുറേ ക്വസ്റ്റൻസ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാന്നറിയോ, അതെങ്ങനെ ചെയ്യാന്നറിയോ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന്, കോമൺ പോയിന്റിന് സീറോ പൊട്ടൻഷ്യൽ അസൈൻ ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ ഈ പോയിന്റ് നോക്കാം നമുക്ക്. ഈ പോയിന്റ് ഒരു കോമൺ പോയിന്റ് അല്ലേ, ആ ജംഗ്ഷന് നമ്മൾ സീറോ പൊട്ടൻഷ്യൽ അസൈൻ ചെയ്തു. അതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഞാൻ ഏതെങ്കിലും ഒരു പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് കരുതുക. സെല്ലിൻ്റെ നെഗറ്റീവ് കണ്ടാൽ പൊട്ടൻഷ്യൽ റേസ് ചെയ്യണം, ഈ 5 വോൾട്ട് കൂട്ടണം. സെല്ല് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് കൂട്ടണം. അപ്പോൾ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ? 0യുടെ കൂടെ 5 കൂട്ടിയാൽ 5 വരും അല്ലേ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് ഈ ബ്രാഞ്ചിലെ കറണ്ടാണ്. അതിൻ്റെ റൈറ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ എക്സ് എന്നെടുക്കുക, അതിൻ്റെ ലെഫ്റ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ വൈ എന്നും എടുക്കുക കേട്ടോ. എന്തിനാണെന്നറിയോ, അപ്പോൾ ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. റൈറ്റിലെ പൊട്ടൻഷ്യൽ എക്സ്, ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ വൈ. അപ്പോൾ എക്സ് മൈനസ് വൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ബൈ റെസിസ്റ്റൻസ് എടുത്താൽ കറണ്ടും കിട്ടും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ. എക്സ് ആണ് റൈറ്റ് സൈഡ് പൊട്ടൻഷ്യൽ, വൈ ലെഫ്റ്റ് സൈഡ് പൊട്ടൻഷ്യൽ അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ് മൈനസ് വൈ ബൈ റെസിസ്റ്റൻസ് 1. ഇതായിരിക്കും അതിലെ കറണ്ട്. അപ്പോൾ നമുക്ക് എക്സും വൈ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ അപ്ലൈ ചെയ്യാം. KJL എന്താ പറയുന്നത്? സിഗ്മ I is equal to 0. Algebraic sum of currents reaching any junction is equal to 0. ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന കറൻസിൻ്റെ ആൾജിബ്രൈക് സം 0 ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് Y ആണ്. Y കഴിഞ്ഞ് ഇങ്ങി വരുമ്പോൾ ഒരു സെല്ലിന് നെഗറ്റീവ് കണ്ടു അല്ലേ. നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താ, പൊട്ടൻഷ്യൽ റേസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? Y + 10 ആയിരിക്കും. ഇപ്പോൾ എല്ലാ പോയിന്റിൻ്റെയും പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജംഗ്ഷൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് കറൻസ് ആയിട്ട് വേണം എടുക്കാൻ. കറണ്ട് എല്ലാം പുറത്തോട്ട് പോകുന്നതായിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഇങ്ങനൊരു കറണ്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നുണ്ട്, ഇവിടേക്ക് ഒരു കറണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൂടെയുള്ള കറണ്ട് എഴുതാം കേട്ടോ. ഈ റെസിസ്റ്ററിൻ്റെ ബോട്ടം എൻഡ് നിൽക്കുന്നത് എക്സിലാണ്, ടോപ്പ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ 5 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എഴുതും? എക്സ് മൈനസ് 5 ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 2 ohms ബൈ 2 പ്ലസ്. ഇനി അടുത്തത് ഈ കറണ്ട് എഴുതാം. ഈ റെസിസ്റ്ററിൻ്റെ റൈറ്റ് സൈഡ് നിൽക്കുന്നത് എക്സിൽ, ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് വൈയിൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എക്സ് മൈനസ് വൈ ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 1 ohm. ഓക്കെ, റൈറ്റ്, പ്ലസ്. ഇനി മൂന്നാമത്തെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ റെസിസ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് എക്സിലും ബോട്ടം എൻഡ് 0 ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ദെയർ ഇസ് 2. ശരിയല്ലേ? 2 ഈസ് ഈക്വൽ ടു 0. കണ്ടോ? ഇനി നമുക്ക് LCM എടുക്കാം കേട്ടോ. LCM എന്ന് പറയുന്നത് ഇവിടെ 2 ആണേ. എല്ലാവർക്കും കോമൺ LCM 2 ആണ്. ഫസ്റ്റ് ടേമിൽ അത് എക്സ് മൈനസ് 5 തന്നെ വരും, പ്ലസ് ഇവിടെ താഴെ 2 വരണമെങ്കിൽ ഞാൻ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടുപേരെയും. ശരിയാണോ? 2 ആക്കണമെങ്കിൽ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടുപേരെയും. 2x 2y. അപ്പോൾ 2x മൈനസ് 2y പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എക്സ് മൈനസ് 0 ആണ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഈസ് ഈക്വൽ ടു 0. കണ്ടോ? ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2 ഇങ്ങോട്ട് വരും. 2 × 0 0 അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്സ് കൗണ്ട് ചെയ്യാവേ. 2x, x 3x, x 4x, ആകെ 4x മൈനസ് എത്ര y ഉണ്ട് നോക്കാലോ. ഇവിടെ മൈനസ് 2y ആണ്. മൈനസ് 2y ഇസ് ഈക്വൽ ടു, ഇവിടെയുള്ള നമ്പർ -5 ആണ്. -5 റൈറ്റിലേക്ക് പോയാൽ +5 എന്ന് കിട്ടി. സോ ഐ ഗോട്ട് മൈ ഫസ്റ്റ് ഇക്വേഷൻ. കണ്ടോ? അപ്പോൾ കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ ഈ ജംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതേപോലെ വേറൊരു പോയിന്റിലേക്ക് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ അപ്ലൈ ചെയ്യണം. ഈ പോയിന്റ് എടുക്കുക കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് ഒരു കറണ്ട് ഇതിലൂടെ, ഒരു കറണ്ട് ഇതിലൂടെ, ഒരു കറണ്ട് ഇതിലൂടെ. കണ്ടോ? 3 കറൻസ് എടുത്തിട്ട് അവർ ആഡ് ചെയ്യണം.
അപ്പോൾ ഞാൻ ഇതിലൂടെയുള്ള കറണ്ട് എഴുതാം കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് y+10-ൽ, റൈറ്റ് എൻഡ് നിൽക്കുന്നത് 5-ൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? y+10-ൽ നിന്ന് 5 കുറയ്ക്കണം. y+10-ൽ നിന്ന് 5 കുറച്ചാൽ 10 - 5 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ അത് y+5 എന്ന് വരും. ഡിവൈഡഡ് ബൈ ആ റെസിസ്റ്റൻസ് 4 ohms ആണേ, ബൈ 4 പ്ലസ് ഇതിലൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ തുടങ്ങണമെന്നില്ല കേട്ടോ. ഇത് y+10-ൽ നിന്ന് പിന്നെ ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തുടങ്ങിയാൽ മതി, ഈ പോയിന്റിൽ തുടങ്ങിയാൽ മതി കേട്ടോ. ഇതിലൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ലെഫ്റ്റിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ y, ഇതിൻ്റെ റൈറ്റിലെ പൊട്ടൻഷ്യൽ x. അപ്പോൾ എത്രയായിരിക്കും? y - x ബൈ അതിലെ റെസിസ്റ്റൻസ് 1 ohm പ്ലസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ y+10 ഈ -10 കൂടി എടുക്കുമ്പോൾ അത് y ആയിട്ട് മാറും. അതുകൊണ്ട് y തന്നെ എടുത്താൽ മതി. പ്ലസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടോ, ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് y+10, റൈറ്റ് എൻഡ് നിൽക്കുന്നത് 0. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ y+10 തന്നെ വരും. ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ohm ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 0. സിംപ്ലിഫൈ ആവേ. ഫസ്റ്റ് ടേം y+5 പ്ലസ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 4 വരണമെങ്കിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും പറഞ്ഞു? 4y - 4x എന്ന് വരും. പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ y+10 മാത്രമേ ഉള്ളൂ. y+10 അങ്ങനെ തന്നെ എഴുതാം. y+10 ഹാസ് ടു ബി ഈക്വൽ ടു 0. ഇവിടെ ശരിക്കും പറഞ്ഞാൽ താഴെ കോമൺ ഡിനോമിനേറ്റർ 4 വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 0 0 വരും. എത്ര എക്സ് ഉണ്ട്? -4x. -4x. ഹൗ മെനി വൈസ്? ഒരു y ഇവിടെ, 4 5y, 1 6y. കണ്ടോ? പ്ലസ് 6y ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻസ് നോക്കിയേ. ഇവിടെ 5, ഇവിടെ 10, 15 റൈറ്റിലേക്ക് എടുത്താൽ -15 എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ടേ, അത് സോൾവ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്. 4x - 2y ഈസ് ഈക്വൽ ടു 4x - 2y ഈസ് ഈക്വൽ ടു 5. ദാറ്റ്സ് മൈ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? -4x + 6y. -4x + 6y ഈസ് ഈക്വൽ ടു -15. ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യാൻ അറിയാലോ. ഇവർ രണ്ടും കൂടെ ആഡ് ചെയ്താൽ -4x + 4x കട്ടാവും. പിന്നെ 6y -2y കൂടെ ആഡ് ചെയ്താൽ 4y ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? -15 + 5 കൂടെ -10. അപ്പോൾ y എത്രയാണ് വരിക? -10/4 അല്ലെങ്കിൽ -2.5 volts എന്ന് കിട്ടും. ഇത് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് ജംഗ്ഷൻ കണ്ടോ? ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് -2.5. ഇനി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ y എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതാം. 4x - 2y ഈസ് ഈക്വൽ ടു 5. സോ 4x ഈസ് ഈക്വൽ ടു 5. ഈ -2y റൈറ്റിലേക്ക് എടുത്താൽ +2y ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 2 ഇൻറ്റു y എന്ന് പറയുന്നത് -2.5 അല്ലേ? സോ -2.5. സോ ദാറ്റ് ഈസ് 5. 2 × 2.5 5 ആണ്, അത് -5 ആണ് അല്ലേ? ഇവിടെ -9 ഉണ്ട് കേട്ടോ. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഇസ് 0 ഓൺ ദ റൈറ്റ് സൈഡ്. 4x ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 4x ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ 0 ആണ്, ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ -2.5 ആണ്. എനിക്ക് ഇതിൽ കൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇതിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എടുക്കാം. ഫൈനലി എനിക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്. അതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ഈ റെസിസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡ് പൊട്ടൻഷ്യൽ എക്സും ലെഫ്റ്റ് ഹാൻഡ് പൊട്ടൻഷ്യൽ വൈയും ആണ്. അപ്പോൾ എന്താ വരിക? എക്സ് മൈനസ് വൈ ബൈ റെസിസ്റ്റൻസ്. എക്സ് വാല്യൂ ഇവിടെ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. വൈ വാല്യൂ -2.5. ആ വാല്യൂസ് ഇവിടെ കൊടുത്താൽ 0 - -2.5 ബൈ അതിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിലെ റെസിസ്റ്റൻസ് 1 ആണ് ബൈ 1. സോ 0 - -2.5 + 2.5 ബൈ 1 കിട്ടും. ആൻസർ 2.5 ആംപ്സ് എന്ന് കിട്ടും. ഓക്കെ, 2.5 ആംപിയർ ആണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. 2.5 ആംപിയർ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 3.6 ആണ്. അവിടെ അവരെല്ലാ ബ്രാഞ്ചിലെയും കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി എല്ലാ കറൻസും വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ
മറ്റേ കറണ്ടുകളെല്ലാം ബാക്കിയുള്ള കറണ്ടുകളെല്ലാം നിങ്ങൾ തനിയെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. സോ ഐ കം ബാക്ക് വിത്ത് അതർ ക്വസ്റ്റൻസ് ഓഫ് ദിസ് ടൈം. മീറ്റ് യു.